കഴിഞ്ഞ ദിവസം ഈ അമ്മയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ കുറച്ച് അസ്വാരസ്യങ്ങളുണ്ടായി. നടൻ ബൈജു പറഞ്ഞതൊന്നും മോഹൻലാലിന് ഇഷ്ടപ്പെട്ടില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ആ ഒരു പഴയൊരു അമ്മയുടെ ആ ഒരു പഴയൊരു സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിനൊക്കെ ഇളക്കം തട്ടിയിട്ടുണ്ട്. അത് എന്താണ് അത്തരത്തിൽ സംഭവിക്കുന്നത്? ഈ ഒരു സംഘടന തുടങ്ങുമ്പോൾ ഭയങ്കര ആവേശമുണ്ടാകും. ഈ ആവേശം പിന്നെ പോകെ പോകെ അതുണ്ടാവുന്നില്ല. എന്നാൽ ആ സംഘടന നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നത് എത്രയോ അധികം 150ഓളം പേര് കൈനീട്ടം എന്ന പേരിൽ ഒരു പെൻഷൻ കിട്ടും. ശാന്തകുമാരിയെ പോലുള്ള അവരൊക്കെ അത് പ്രതീക്ഷിച്ചാണ് മരുന്നിനും മറ്റു കാര്യങ്ങൾക്ക് സിനിമയിൽ വെല്ലുവിളിച്ചെത്തി നിന്നെങ്കിലും പിന്നീട് ജീവിക്കാൻ മാർഗമില്ലാതായ ഒരുപാട് പേരുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അവർക്ക് അതൊരു താങ്ങും തണലുമാണ്. അവർ ദിവസവും പ്രാർത്ഥിക്കുന്നത്. അവർ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത് തകർന്നു പോകരുത്. കാരണം ഈ ഒരു കൂട്ടരാജി വെക്കുകയും പിന്നീട് അഡ്ഹോ കമ്മിറ്റി വരികയൊക്കെ ചെയ്ത സമയത്ത് അവർ പറഞ്ഞതാണ്, ഇതില്ലാതായി പോകരുത്. എന്നാൽ ഈ സംഘടനയുടെ ഭരണ നേതൃത്വത്തിലേക്ക് വരുന്നവർ ഏത് സംഘടന ആയിക്കോട്ടെ, അത് ആർട്ടിസ്റ്റുകളുടെയോ ടെക്നീഷ്യൻസിൻ്റെയോ സിനിമയോ അല്ലെങ്കിൽ പുറത്തുള്ളതായാലും സംഘടനാ പാഠവുമുള്ള നേതാക്കളുണ്ടാവും. ഇന്നസെൻ്റ് 16 വർഷമോ 19 വർഷമോ മറ്റേ അമ്മയുടെ പ്രസിഡൻ്റായിരുന്നു. ഇന്നസെന്റിനെ പോലെ ഒരു തന്ത്രശാലി, എല്ലാവരെയും ചേർത്ത് നിർത്താൻ കഴിയുന്ന, ആരെയും പിണക്കാതെ കൊണ്ടുനടക്കാൻ കഴിയുന്ന, മമ്മൂട്ടിയോടും മോഹൻലാലിനോടും പോലും ഞാൻ അനുഭവസ്ഥനാണ്, നീ ഇനി സംസാരിക്കേണ്ട ഇരിക്കെ എന്ന് പറഞ്ഞാൽ അവർക്കും പിണക്കമില്ലാത്ത അതുപോലുള്ള ആ സംഘടനാ നേതൃത്വം ഉണ്ടെങ്കിലേ ഏതൊരു സംഘടനയും നിലനിന്ന് പോകും. ഇന്നസെന്റിന്റെ മരണത്തോടെ, ഇന്നസെന്റ് മരിക്കുന്നതിന് മുമ്പ് തന്നെ മോഹൻലാൽ കൈമാറ്റം നടത്തി. മോഹൻലാൽ അതുപോലെ ആരാധ്യനായ പ്രിയപ്പെട്ട ആൾ തന്നെയാണ്. എന്നാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വരികയും അതിൻ്റെ സെക്രട്ടറിയും അതിൻ്റെ മറ്റ് സ്ഥാനങ്ങളിലിരുന്നവരുമൊക്കെ അവർക്കെതിരെ കേസുണ്ടാവുകയും ചെയ്തപ്പോൾ അവർ രാജിവെച്ചു. പിന്നീട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ പ്രതികരിച്ചില്ല എന്നതിൻ്റെ പേരിൽ പല മാധ്യമങ്ങളും ഒരുപാട് വിഷയങ്ങളുണ്ടാക്കിയപ്പോഴാണ് ഒന്നടങ്കം രാജിവെച്ചു. 1-2 പേര് അതിൽ നിന്ന് ട്രഷററോ അങ്ങനെ ആരോ രാജിവെച്ചിട്ടുള്ള ബാക്കിയുള്ളവർ മാറി അഡ്ഹോ കമ്മിറ്റി രൂപീകരിച്ചു. ഇപ്പോൾ അഡ്ഹോ കമ്മിറ്റിയുടെ ഭരണത്തിലാണ് പോകുന്നത്. അഡ്ഹോ കമ്മിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുക എന്നല്ലാതെ ഒരു അടിസ്ഥാനപരമായ തീരുമാനം എടുക്കാൻ അഡ്ഹോ കമ്മിറ്റിക്ക് കഴിയില്ല. അത് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി വേണം. അതുകൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പ് വേണം എന്ന് പലരും പറഞ്ഞത്. അവിടെ മോഹൻലാൽ തന്നെ പ്രസിഡന്റ് ആവണം, പ്രസിഡന്റായിട്ട് നിലനിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ മോഹൻലാൽ അഡമൻ്റായിട്ട് പറഞ്ഞു, ഞാനില്ല. അതിനകത്ത് അതിൻ്റെ ഉള്ളിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഇനി ഞാൻ പറയുന്നത്. കാരണം എനിക്കറിയാം, അതിൻ്റെ തലേദിവസം ഞങ്ങൾക്ക് അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, മോഹൻലാൽ വന്നിരുന്നു. കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന എന്നാ താൻ കേസ് കൊടുക്ക് എന്ന് പറയുന്നതിൽ ജഡ്ജായിട്ട് അഭിനയിച്ചാണ്. അയാൾ നല്ല സാമൂഹ്യ ബോധമുള്ള നല്ല പ്രാസംഗികനാണ്. അയാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, മോഹൻലാൽ സാർ തന്നെ പ്രസിഡന്റായി തുടരണം ഞങ്ങളുടെ ആഗ്രഹമാണ്. മോഹൻലാൽ അദ്ദേഹത്തെ വേദിയിലേക്ക് വിളിച്ചു, വരാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളവിടെ ഇരുന്ന് പറയുമ്പോൾ എന്നെ മാത്രമേ കാണുന്നുള്ളൂ. ഞാനിവിടെ നിന്ന് നിങ്ങളെ വരാൻ പറഞ്ഞത്, നിങ്ങൾ നോക്കൂ, ഈ ഇരിക്കുന്ന മുഖങ്ങൾ മുഴുവനാണ് ഞാൻ കാണുന്നത്. അവരുടെ മുഖത്തെ ആശങ്കകളും പരാധീനതകളും ഞാൻ കാണുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അതിനൊപ്പം കുറ്റപ്പെടുത്തലുകളും താങ്ങാൻ വയ്യ. അതിനുശേഷം ഈ കുഞ്ഞികൃഷ്ണൻ അതിമനോഹരമായൊരു പ്രസംഗം നടത്തിയോടെ. പിന്നീട് മീറ്റിങ്ങുകൾ ഉച്ചയായപ്പോൾ പലരും പോയി. മനസ്സിലായി? അത് ഞാൻ പറയുന്നത്, സംഘടന വേണമെന്നാഗ്രഹിക്കുന്നവർ മാത്രമാണ് പിന്നെ അവിടെ ഇരുന്നത്. അത് വളരെ ചുരുക്കം ആളുകളാണ്. മോഹൻലാലിനോട് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ചിലരുടെ ചില കുത്തുവാക്കുകൾ അതൊരു മനുഷ്യന് താങ്ങാവുന്നതിലപ്പുറത്തായിരിക്കും. മോഹൻലാൽ ബേസിക്കലി നടനാണ്, അല്ലൊരു സംഘടനാ നേതാവോ രാഷ്ട്രീയക്കാരനോ അല്ല. ഇങ്ങനെയൊരു നേതൃത്വത്തിൽ വരുന്നത് എല്ലാവരുടെയും സമ്മതപ്രകാരമാണെങ്കിലും ഇടയ്ക്ക് ചില കുറ്റപ്പെടുത്തലുകളോ കുത്തുവാക്കുകളോ കേൾക്കുമ്പോൾ ഏതൊരു മനുഷ്യനുണ്ടാകുന്ന വേദന അദ്ദേഹത്തിനുണ്ടാവും. അല്ലെങ്കിൽ അതാഭാരമായ തൊലിക്കെട്ടിയും ഉള്ള രാഷ്ട്രീയക്കാരെ പോലെ ആയിരിക്കും. എന്ത് കേട്ടാലും അതങ്ങനെയല്ല. അദ്ദേഹം ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ അത് പ്രതികരിക്കും. ഇനി 3 മാസം കഴിഞ്ഞ് ഇലക്ഷൻ വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ് ആ ഇലക്ഷൻ സംഭവിക്കുക? ഞാൻ പറയുന്നത്, അമ്മ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ്റെ
പ്രസിഡൻ്റായിട്ട് ആരെയാവും കൊണ്ടുവരിക? നമുക്ക് പിന്നീട് പറയുന്ന പേരുകൾ ആരൊക്കെയാണ്? അതെ അതെ അതെ, നോക്കൂ, അതൊരു വലിയ പ്രതിസന്ധിയാണ്. അതെ തീർച്ചയായിട്ടും. ഞാൻ പറയുന്ന പ്രസിഡന്റ് ആവാൻ ആളുകളൊക്കെ ഉണ്ടാവും, പക്ഷെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരാളാവും ഇല്ലേ? ശരിയാ, അത് ശരിയാണ്. ആ അംഗീകാരം കിട്ടുന്ന എത്ര പേർക്കുണ്ട്? ഇല്ല. ഇപ്പോൾ ഒരു സംഘടന നടത്തിക്കൊണ്ടുപോകാൻ വളരെ പ്രാപ്തനാണ് ജഗദീഷ്. ജഗദീഷ് ആയിരിക്കും ചിലപ്പോൾ മോഹൻലാൽ ഇല്ലെങ്കിൽ അടുത്ത പ്രസിഡന്റായിട്ട് വരിക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, നല്ല പ്രാപ്തിയുള്ള ആളാണ്, നല്ല നേതൃഗുണമുള്ള ആളാണ്. പക്ഷേ എത്ര പേര് അംഗീകരിക്കും അതിനുള്ളിൽ എന്നുള്ളത് സംശയമാണ്. കാരണം അവിടെ ഈ പറയുന്ന ഹൈറാർക്കിയൊക്കെ വരും, പ്രശ്നമാകും. പ്രത്യേകിച്ച് വലിയ ഈഗോ ഉള്ളൊരു ഫീൽഡ് കൂടാണ്, വളരെ ഈഗോ ഉള്ളൊരു ഫീൽഡാണ്. മനസ്സിലായി? അതെ. ഇത് ഈ അമ്മ എന്ന് പറയുന്ന സംഘടന ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇന്നസെൻ്റ് വലിയ വിദ്യാഭ്യാസമില്ലാത്ത ആളാണ്, സീനിയർ നടനാണ്, കൊമേഡിയനാണ്, കോമഡി സീരിയസ് റോളുകളും രാഷ്ട്രീയത്തിൽ ശോഭിക്കുന്നതിന് മുമ്പ് അമ്മയുടെ പ്രസിഡന്റായിരുന്നു. അതെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രീതിയുണ്ട്. അദ്ദേഹം അതിനു മുമ്പ് രാഷ്ട്രീയക്കാരനെ. ഈ രാഷ്ട്രീയക്കാരുടെ ഒരു തന്ത്രജ്ഞതയും അത് മനസ്സിലാക്കിയ സിനിമാ നടനായിരുന്നു ഇന്നസെന്റ്. അദ്ദേഹം അതിനു മുമ്പ് മുനിസിപ്പൽ കൗൺസിലർ. ഗണേഷ് കുമാറിനൊന്നും ഒരിക്കലും അത് പറ്റില്ല. ഗണേഷ് കുമാർ നല്ല രാഷ്ട്രീയക്കാരനാണ്, സിനിമയെ നയിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നസെന്റിനെ പോലെ എല്ലാവരെയും ചേർത്ത് നടത്തുന്ന ഒരു സംഘടനാ നേതാവിനെ അവിടെ കിട്ടുമോ എന്ന സംശയമാണ്. മോഹൻലാൽ എന്ന് പറയുന്ന ആൾ പ്രസിഡന്റ് ആകുമ്പോൾ ഒരു 100 പേരുണ്ടെങ്കിൽ 98 പേർക്കും അയാളെ ഇഷ്ടമാണ്, ആരാധനയാണ്, അയാളുടെ വാക്കുകൾ കാതോർക്കാൻ ശ്രമിക്കും. 2 പേരുണ്ടാവും കുറ്റപ്പെടുത്താൻ. ഈ 2 പേരുടെ കുറ്റപ്പെടുത്തലുകൾ അദ്ദേഹത്തിന് താങ്ങാൻ കഴിയില്ലെന്നേ. പിന്നെ ഒരു നല്ല ജനറൽ സെക്രട്ടറി വേണം. ഇടവേള ബാബു നന്നായി സംഘടനയെ കൊണ്ടുപോയ ആളാണ്. അദ്ദേഹം വർഷങ്ങളോളം ജോയിന്റ് സെക്രട്ടറിയായി, പിന്നെ സെക്രട്ടറി ആയിട്ടൊക്കെ ഇരുന്ന ഒഴിഞ്ഞതാണല്ലോ. പിന്നീട് വന്നത് സിദ്ദിഖാണ്. ഈ കേസ് ഉണ്ടായപ്പോൾ സിദ്ദിഖ് രാജിവെച്ചു. സിദ്ദിഖും ശക്തനായ ജനറൽ സെക്രട്ടറി. പക്ഷേ ഇടവേള ബാബുവിനെ പോലെ ഇപ്പോൾ അവിടെ വരുന്ന ഒരു കത്തിന് മറുപടി കൊടുക്കുക, അല്ലെങ്കിൽ ഒരാൾ വരുമ്പോൾ അത് രേഖപ്പെടുത്തി വെച്ചിട്ട് അവർ കൃത്യമായി മറുപടി കൊടുക്കുക. അല്ലല്ല, അത് മാത്രമല്ല മോഹൻലാലിനെ സംബന്ധിച്ച് വളരെ തിരക്ക് കൂടുതൽ. ഇടവേള ബാബുവിന് തിരക്കില്ല. അപ്പോൾ ആ ഓഫീസിനെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഇടവേള ബാബുവാണ്. നിയന്ത്രിക്കുക മീൻസ് എല്ലാ കാര്യങ്ങളും ഇടപെട്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു വിഷയം ഓഫീസിലുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇടവേള ബാബു ഓൾ ഓഫ് എ സഡൻ അവിടെ നിന്ന് മാറ്റപ്പെട്ടു. മാറ്റപ്പെട്ടതാണോ മാറിയതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇടവേള ബാബുവായിട്ട് സംസാരിച്ചു. ബാബു പറഞ്ഞത് തുടർച്ചയായി കുറേ കാലം ഇരുന്ന് കഴിയുമ്പോൾ പലർക്കും ചില സംശയങ്ങളുണ്ടാകും. ഇവനെന്താണ് ഇവിടെ എന്ന് ചോദിക്കുന്നവർക്ക് മറുപടി അയാളുടെ പ്രവർത്തനമാണ്. അത് മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരാൾക്കും പറ്റില്ലെന്നേ. ഞങ്ങൾ ടെക്നീഷ്യൻസ് എന്ന സംഘടനകളിൽ ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ളതാണ്, ഇപ്പോഴും പ്രവർത്തിക്കുന്ന ആളാണ്. നമ്മൾ ഈ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സെൻസിൻ്റെ പ്രശ്നമുണ്ട്, എങ്ങനെ ചെയ്യണമെന്ന് പറയുന്ന കാര്യമുണ്ട്. മാത്രമല്ല അതിന് സമയം കണ്ടെത്തണം, അതിനോടൊരു ആഭിമുഖ്യം വേണം. പിന്നെ എതിർ ശബ്ദങ്ങളുണ്ടായാൽ അതിനെ അടിച്ചൊതുക്കാനല്ല, എങ്ങനെ ആ പ്രശ്നത്തെ കേട്ടുകൊണ്ട് അതെങ്ങനെ ഒഴിവാക്കിയെടുക്കാമെന്ന് ആലോചിക്കുന്നതും അതൊരു സംഘടനാ നേതാവിൻ്റെ മിടുക്ക് തന്നെയാണ്. നമുക്ക് എങ്ങനെ സമവായത്തിൽ കൊണ്ടുപോകാം, എന്താണ് തൻ്റെ പ്രശ്നം, ആ പ്രശ്നം ഇതാണെങ്കിൽ നമുക്ക് സംസാരിച്ച് തീർക്കാം, അല്ലെങ്കിൽ അത് തീർക്കാം എന്ന് പറഞ്ഞ് അവർക്കൊരു ഉറപ്പ് കൊടുക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. ഇതൊക്കെ ഒരു സംഘടനാ നേതാവിൻ്റെ കാര്യങ്ങളിൽ പെടുന്നതാണ്. അതിന് തിരക്ക്, അതായത് സിനിമയിൽ അസാമാന്യ തിരക്കുള്ള മോഹൻലാലിനോ മറ്റുള്ളവർക്കോ സാധിക്കില്ല. ഇടവേള ബാബുവിനെ പോലെ ഒരാൾക്ക് സാധിക്കാം. പിന്നെ ഒരിക്കലും ഈഗോയുള്ള ആളുകൾ ആ സ്ഥാനത്തേക്ക് വരരുത്. ഏത് സംഘടനയുടെ തലപ്പത്ത് വരരുത്. ഞാനാണ് വലുത്, എൻ്റെ അഹങ്കാരം, എൻ്റെ ധാർഷ്ട്യം, അതൊന്നും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതല്ല ഒരു സംഘടനാ പാഠവും. അതുകൊണ്ട് തന്നെ മോഹൻലാൽ വീണ്ടും തുടരണമെന്നാണ് 80% അംഗങ്ങളുടെ ആഗ്രഹം. 20% എതിർപ്പുണ്ടാവാം. പക്ഷേ മോഹൻലാൽ ഇതിന് ചെവി കൊടുക്കുമോ, സ്വീകരിക്കുമോ എന്ന് കണ്ടറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.